ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ ബസ്സുകളിലെ സുരക്ഷിത യാത്രയ്ക്ക് മോട്ടോർ വാഹന വിഭാഗം സ്വകാര്യ ബസ് ഉടമകളെ ഉൾപ്പെടുത്തി സുരക്ഷിത ഡ്രൈവിംഗ് പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം സ്വകാര്യ ബസ്സിന് പിന്നിൽ സ്റ്റിക്കർ പതിച്ച് RTO PA നസീർ നിർവഹിച്ചു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം, നിയമലംഘനം, ബസ് ജീവനക്കാരുടെ പെരുമാറ്റ ദൂഷ്യം, മദ്യം, ലഹരി മരുന്ന് ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ മോട്ടോർ വാഹന വിഭാഗം ഉദ്യോഗസ്ഥരെ അറിയിക്കാം. ജില്ലയിൽ സർവീസ് നടത്തുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളിലും ഇതിനായി വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പറും ഉൾപ്പെടുത്തിയ സ്റ്റിക്കർ വാഹനത്തിന്റെ മുന്നിലും പിന്നിലും പതിക്കും. പൊതുജനങ്ങൾ നൽകുന്ന വിവരം പരിശോധിച്ച് വാഹനത്തിനും ഉടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ നടപടിയെടുക്കും. പദ്ധതിയുടെ ഭാഗമായി പുതിയ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിന് പിന്നിൽ സ്റ്റിക്കർ പതിച്ചുകൊണ്ട് RTO PA നസീർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ജില്ലയിലെ 150 ബസ് ജീവനക്കാർക്ക് RTOയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നിർബന്ധമായി പങ്കെടുത്ത് അത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഇനി വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുകയുള്ളൂ. അത് നിർബന്ധമായിട്ട് എല്ലാവരും ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. ആ പങ്കെടുക്കുന്നവരുടെ ഇൻഫർമേഷനൊക്കെ നമുക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളിൽപ്പെടുന്നവരെ, അതായത് സ്ഥിരമായിട്ട് കുറ്റകൃത്യങ്ങളിൽപ്പെടുന്നവരെ വാഹന ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരായാലും ജീവനക്കാരായിട്ടും നിയോഗിക്കാൻ പാടില്ല എന്ന് STA തീരുമാനവും RTA തീരുമാനവും നിലവിൽ വന്നിട്ടുണ്ട്. ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KT വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മോട്ടോർ എൻഫോഴ്സ്മെന്റ് RTO CS സന്തോഷ് കുമാർ, M തുളസീദാസ്, TK ബീരാൻകോയ, E റനീഷ്, MS ഷാജു എന്നിവരും മോട്ടോർ വാഹന വിഭാഗം MVI, AMVI തുടങ്ങിയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ